നാം ഓരോരുത്തരുടെയും വീടുകളിൽ സർവ്വവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് 4 മാർഗങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ അള്ളാഹിൻ്റെ ഹബീബ് പറയുന്ന ഒന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ പരസ്പരം സലാമിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കണ്ടുമുട്ടുമ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്തു നിന്നും വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വീട്ടിലുള്ള ഭാര്യയോട് മക്കളോട് നമ്മൾ സലാം കൊണ്ട് ആരംഭിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗം. രണ്ടാമത്തെ മാർഗം പുരുഷന്മാർ പള്ളികളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഫർള് നമസ്കരിക്കുകയും വീടുകളിൽ സ്ത്രീകളും കൊച്ചുമക്കളും ഫർളുകളും സുന്നത്തുകളും നമസ്കരിക്കുന്നവരായ നിലയിൽ മാറുകയാണെങ്കിൽ ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള ബറക്കത്തുകളും ഐശ്വര്യങ്ങളും ലഭിക്കുമെന്ന് അള്ളാഹിൻ്റെ ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മൂന്നാമത്തെ മാർഗം നബി തങ്ങൾ പറയുകയാണ്, വീട്ടിലുള്ളവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏതെല്ലാം വീടുണ്ടോ ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കുമെന്നാണ്. നാലാമത്തെ വിഭാഗം ആളുകൾ അവർ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളെ അവഗണിക്കാത്തവരാണ്. അഥവാ ഒരുപാട് പോരിശയുള്ള സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഉദയം വരെയുള്ള സമയങ്ങളിൽ അവർ കിടന്നുറങ്ങുകയില്ല. ആ സമയങ്ങളിൽ ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കും. അതുപോലെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ദിക്റുകൾ എടുക്കുന്നവരായ ആളുകളായിരിക്കും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വീടുണ്ട് എങ്കിൽ ആ വീട്ടിലും അള്ളാഹുവിൻ്റെ ബറക്കത്തുകളും നിഅമത്തുകളും സർവ്വവിധത്തിലുള്ള സമാധാനങ്ങളും ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.